സർ, ഒരൊറ്റയാളുടെ പിൻബലത്തിലാണ് ഇറാൻ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് എന്നാണ് പലരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഖമേനി ഇനിയില്ല. ഖമേനിയുടെ മരണം അതുതന്നെയാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. ശേഷം ഇനി ഇറാൻ എന്ത് ചെയ്യും എന്നത് ചോദ്യമല്ല. അല്ല, ഇറാൻ ഈ ഖൊമേനി ഫാമിലി വരുന്നതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്ന വിമത ആൾക്കാർ വളരെ സ്ട്രോങ് ആണ്. അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി താമസിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കുക. ഇത് ലോക ചരിത്രത്തിൽ തന്നെ വേണമെങ്കിൽ ആദ്യമായിരിക്കും 35 കൊല്ലത്തോളം ഒരു രാജ്യം ഏകാധിപത്യത്തിൽ കൊണ്ടു നടക്കുക. നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം, എന്തു വേണമെങ്കിൽ അതിന് നമുക്ക് വിമർശിക്കാം. ആ നാട്ടിലെ ജനങ്ങളാണല്ലോ അത് അനുഭവിക്കുന്നത്. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്. ലോകത്തില് മുസ്ലിങ്ങൾ പല വിഭാഗക്കാരുണ്ട്. അത് കേരളത്തിലും ഉണ്ട് നമുക്കറിയാം. പക്ഷെ ഇത് വ്യക്തമായിട്ട് കേരളീയർക്കോ അല്ലെങ്കിൽ ഭാരതീയർക്കോ നന്നായിട്ട് ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് സുന്നി ഷിയ, ഇതാണ് പ്രധാന മുസ്ലിം വിഭാഗത്തിലെ രണ്ട് ഘടകങ്ങൾ. അതിലെ ഏറ്റവും ശക്തമാണ് സുന്നികൾ. ഷിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലരാണ്. പക്ഷെ എൻ്റെ ചില അടുപ്പവും പരിചയവും വെച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യം പറയാം. അതിന് മുന്നേ പറയാം, ഷിയാക്കളുടെ ഒരു പ്രധാന രാജ്യമാണ് ഇറാൻ. ഈ ഖൊമേനി എന്ന് പറയുന്ന ഈ മരിച്ച ഇദ്ദേഹം ഷിയാക്കൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേമാതിരി ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടിയാണ് ഖത്തർ. അവിടെയും ഷിയാക്കൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഈ രണ്ട് രാജ്യങ്ങളാണ് ഈ ഷിയ മുസ്ലിമിന് ആധിപത്യമുള്ള സ്ഥലം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി ബാക്കിയുള്ള എല്ലാ മുസ്ലിം കൺട്രികളും കൺട്രോൾ ചെയ്യുന്നത്, ഭരിക്കുന്നത് സുന്നികളാണ്. ഇനി ഇതിലെ ഏറ്റവും വലിയ രസം, ഈ സുന്നിയും ഷിയായും മുസ്ലിമൊക്കെ പറയുന്നുണ്ടെങ്കിലും സുന്നികള് ഷിയാക്കളെ മുസ്ലിമായിട്ട് അംഗീകരിക്കില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും ബദ്ധശത്രു. ഹിന്ദുവില് നായരോ ഈഴവനോ അല്ലെങ്കിൽ നമ്പൂരിയോ അല്ലെങ്കിൽ ഇവരൊന്നും അവൻ ഹിന്ദു അല്ലാതൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നായരല്ല എന്നേ പറയുള്ളൂ. ഈഴവൻ നായരല്ല പറയും, ഈഴവൻ അവൻ നായരല്ല എന്നേ പറയുള്ളൂ. ഒരിക്കലും അവർ ഹിന്ദു അല്ല എന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സുന്നികള് ഷിയാക്കളെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കണേ ഇല്ല. അവർ വേറെ ഒരു സിസ്റ്റമാണ്. അവരുടെ ആചാരങ്ങളും അവരുടെ ജീവിത രീതികളും ഒക്കെ തന്നെ. അതുമാതിരി തന്നെയാണ് ഒരു മൂന്നാമത്തെ വിഭാഗം കൂടി ഉണ്ട്. ഇതിൽ രണ്ടിലും പെടാത്തവരവര് അഹമ്മദിയർ എന്ന് പറഞ്ഞിട്ട്. ഇത് അധികം ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ളത് ഈ അഹമ്മദിയർ. പക്ഷേ രണ്ടുപേര് സ്ട്രോങ് ആയി സുന്നികളും ഷിയാക്കളുമാണ്. അതിൽ ഷിയാക്കളുടെ ഏറ്റവും സ്ട്രോങ് ആയ സ്ഥലമാണ് ഈ പറയുന്ന ഇറാൻ. ആ ഇറാന്റെ പരമോന്നത അധികാരി ഈ ആയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ 85 വയസ്സായി. ഇദ്ദേഹത്തിന്റെ വാപ്പ തൊട്ട് അവിടെ അധികാരം കൈകൊണ്ടിട്ടുണ്ട്, ഇറാൻ ഭരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇവരെന്നല്ല, ഞാൻ ഷിയാക്കളെ കുറെ അറിയും, സുന്നികളെ അറിയും. എൻ്റെ ചില അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറയാണ്, ഷിയാക്കൾ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് അഡ്വാൻസ്ഡ് ആൾക്കാരാണ്. അവര് ഈ ഖൊമൈനി അലിയുടെ വിദ്യാഭ്യാസം എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ മറ്റു തരത്തിൽ ഞാൻ ഷിയാക്കളെ കണ്ടിട്ടുള്ളത്, അവർ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് വളരെയധികം മുന്നേ കൂട്ടി പലതും വീക്ഷിക്കാനും ചിന്തിക്കാനൊക്കെ കഴിവുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇറാൻ ഇത്രയും ശക്തമായ, ഇതിനും ഒരു അടി നമ്മൾ കണ്ടു, അത് പെട്ടെന്ന് നിർത്തിവെക്കുകയും ചെയ്തു ട്രംപ്. വീണ്ടും ഇപ്പൊ ഉണ്ടായതാണ്. അപ്പോ ഈ ഒന്നാം നമ്പറായ ഒരു രാജ്യത്തിനെ മിരട്ടാൻ ഇത്രയും ഒരു ശക്തി
അതേമാതിരി തന്നെ ഇറാഖുമായിട്ട് എത്രയോ കൊല്ലങ്ങളോട് ആ യുദ്ധം ചെയ്തത്. അപ്പോ അത്രയും ആ ശക്തിയും കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പോ ഒരു രാജ്യത്തിന് ആ രാജ്യത്തെ ജനങ്ങളെ, ഷിയാക്കളെ, ലോകത്തിലെ ഷിയാക്കളെ അവർക്കൊരു വഴികാട്ടിയായി ഒരു ലോകത്ത് തന്നെ ഒരു രാജ്യത്തിന്റെ അധിപനായി 35 കൊല്ലം ഭരിച്ച ഒരാള് ഇപ്പോ ഒരു യുദ്ധത്തിന്റെ ഭാഗമായ ആദ്യത്തെ ദിവസം തന്നെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്, പ്രത്യേകിച്ച് ഷിയാക്കൾക്ക്. ഇനി അവിടെ വരാൻ പോകുന്നത് വിമതരായ ഷിയാക്കൾ തന്നെയായിരിക്കും. അതായത് ഇവരുടെ വിമത ഗ്രൂപ്പ്. അവർ ചിലപ്പോൾ പുറത്താണ് അവരുടെ നേതാവ്, അവരതിനിപ്പോ അമേരിക്കയും ഒക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കും. പുതിയൊരു ഭരണം അവിടെ വരും. ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടതാണ്, ഇറാഖിൽ കണ്ടതാണ്, സിറിയയിൽ കണ്ടതാണ്, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഒരു തുടർക്കഥ ഇവിടെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള അലി ഖൊമൈനി പോകുമ്പോൾ അടുത്തു വരുന്ന ആള് നമുക്ക് എത്ര കണ്ട് ഗുണമാണ് ദോഷമാണ് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കുകയുള്ളൂ. ഓരോരുത്തരുടെ വീട്ടില് നാട്ടില് എന്തു സംഭവിക്കണമെന്ന് മുഴുവൻ നമ്മൾ പോയി തലയിടാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നലെ ഈ യുദ്ധങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, കാരണം ഈ ഇന്നലത്തെ യുദ്ധം തന്നെ ഒരു ചർച്ച തുടങ്ങി വെച്ച സമയത്ത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു യുദ്ധമായിരുന്നു. അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ചതിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം ഒരു ഇറാന്റെ പരമോന്നത നേതാവുമായി ചർച്ച തുടങ്ങാൻ വേണ്ടിയുള്ള സംസാരം തുടങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് യുദ്ധം ഉണ്ടായത്. അപ്പോ ഇവിടെ മതിയായ തയ്യാറെടുപ്പ് ചിലപ്പോ ഈ പറയുന്ന അലി ഖൊമൈനി എടുത്തിട്ടുണ്ടായിരിക്കില്ല. ഒളിവിൽ പോവാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പലതും ഉണ്ടാവാം, നമുക്ക് ഊഹിക്കാം. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മരിക്കേണ്ട കാര്യമൊന്നും ഒരു രാഷ്ട്രതലവത്തിന് വരേണ്ട സാധ്യതയില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ യുദ്ധം തന്നെ എൻ്റെ ഒരു അനുമാനമാണ്, ഒരു ചതിയാണോ എന്നുള്ളത്. കാരണം ഒരു ചർച്ച കഴിഞ്ഞ് എന്നിട്ടാണല്ലോ യുദ്ധം തുടങ്ങുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതിനു മുന്നേ ഒരു ഇതിന്റെ അണ്വായുധ കരാറ്, 3ാം കരാറ് വീണ്ടും ചർച്ച ചെയ്ത് അതിൽ ഇദ്ദേഹം വീണ്ടും ആ ചർച്ചയിൽ സഹകരിച്ചില്ല, അതിൽ ഒപ്പിട്ടില്ല എന്നുള്ള ഒരു ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇത്രയും പ്രകോപിതനാക്കിയത്. പെട്ടെന്ന് തന്നെ ഇസ്രായേലിനെ വിളിക്കുന്നു, ചർച്ച ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ പൊട്ടിക്കുന്നു. പക്ഷെ ഇതിൽ അത്ഭുതം അതല്ല. ഇസ്രായേൽ ബോംബ് ഇടാൻ തുടങ്ങിയപ്പോ സെക്കൻഡുകൾ കൊണ്ട് അറബ് രാജ്യങ്ങളിൽ, അതായത് UAE, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ പറയുമ്പോൾ അവരുടെ ആൾക്കാർ തന്നെയുള്ള സ്ഥലമാണ് ഈ ഖത്തർ. അവിടെയൊക്കെ അമേരിക്കയുടെ താവളങ്ങളിൽ, അതായത് അമേരിക്കയുടെ പ്രധാന ഇമ്പോർട്ടന്റ് മിലിറ്ററി ക്യാമ്പുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിലാണ് സ്ഥിരമായി നിൽക്കുന്നത്. ആ ക്യാമ്പുകളിൽ വളരെ ശക്തമായിട്ട് ഇറാൻ സെക്കൻഡുകൾക്കകം ആക്രമണം നടത്തി എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഞാൻ ആലോചിച്ചു, ഇപ്പോ നമ്മള് ഇതിനു മുന്നേ വന്ന യുദ്ധങ്ങളിലൊക്കെ ഒരു മിസൈൽ ചെല്ലുമ്പോൾ അത് പാട്രിയോറ്റ് വന്ന് പിടിച്ചുകൊണ്ട് നശിപ്പിച്ച് കളയുന്നതും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടു. ഇവിടെ ഇന്നലെ സൗദി അറേബ്യയിൽ പോയി ആക്രമിച്ചിട്ടുണ്ട്, ബഹ്റിനിൽ ആക്രമിച്ചിട്ടുണ്ട്, അബുദാബിയിൽ ആക്രമിച്ചിട്ടുണ്ട്, ദുബായിൽ ആക്രമിച്ചിട്ടുണ്ട്, കുവൈത്തിൽ ആക്രമിച്ചിട്ടുണ്ട്, ഖത്തറിൽ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊന്നും കാര്യമായിട്ട് ഈ പാട്രിയോട്ട് മിസൈലുകൾ പിടിച്ചെടുത്തതായിട്ട് കാണുന്നില്ല. അത് എന്താണെന്ന് ഞാൻ എത്ര ആലോചിച്ചാലും 1 2 എണ്ണം പിടിച്ചെടുത്തിട്ടുള്ളൂ. കാരണം പിടിച്ചെടുത്തു എങ്കിൽ അവിടെ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ലല്ലോ. വളരെയധികം നാശനഷ്ടങ്ങൾ ബഹ്റിനിലും അബുദാബിയിലും ദുബായ് എയർപോർട്ടിലോ അല്ലെങ്കിൽ അപ്പൊ എന്തോ ഇനി വേണമെങ്കിൽ ഇവര് കയറി ആണോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. സത്യത്തിൽ ഇറാന് ഈ രാജ്യങ്ങളിൽ ആക്രമിക്കേണ്ട ഒരാവശ്യവുമില്ല. പക്ഷെ അമേരിക്കയെ പ്രകോപിക്കാൻ വേണ്ടി അവരുടെ ആസ്ഥാനങ്ങൾ നോക്കി തന്നെയാണ് ഈ പണി ഒപ്പിച്ചത് ഇറാൻ എന്നുള്ള സത്യമാണ്. അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യന് ഇയാൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുള്ളൂ. കാരണം വളരെയധികം പെട്ടെന്നായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മലയാളികൾ, ഇന്ത്യക്കാർക്ക് അങ്ങനെ തോന്നുള്ളൂ. ഇനി ഇതില് ഈ ഇറാൻ ഇപ്പോ
ഈ ചെയ്ത അല്ലെങ്കിൽ ഈ ഇറാൻ ഒരു 1998 തോന്നുന്നു ഈ ആണവായുധം അവരുടെ മത ആചാരപ്രകാരം ഹത്വ 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 നൽകുക എന്ന് പറയാ. ഹത്വ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതായത് ഇതിനെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുക. ആ മതം അംഗീകരിക്കാത്തൊരു സംഭവമാണ് അണുവായുധം എന്നാണ് അവരുടെ മതത്തിൽ തന്നെ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇവരെ ഹത്വ പ്രയോഗിച്ച് ഈ ഗൊവേരി തന്നെ അത് പ്രഖ്യാപനമൊക്കെ ഹത്വ നടത്തിയിട്ടുണ്ട് അവിടെ. പക്ഷെ പിന്നീട് ഏറ്റവും കൂടുതൽ ഈ അണുവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആ കെമിക്കല് ഏറ്റവും കൂടുതൽ നിക്ഷേപം ഇറാനിലാണ് ഉള്ളത്. അത് അവർക്ക് കൂടുതൽ ഈ അണുവായുധ നിർമ്മാണത്തിന് കൂടുതൽ സാഹചര്യം ഉണ്ടാക്കുന്നതാണെന്ന് അമേരിക്ക മനസ്സിലാക്കുകയും പിന്നീട് അത് ഇവിടെ ഉണ്ട് എന്നുള്ള അനുമാനത്തിന്റെ മുകളിലാണ് ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോയത്. പക്ഷെ ആ ചർച്ച മുന്നോട്ട് വന്നപ്പോൾ എന്നാൽ ഒരു ഭരണാധികാരി അത് ഇല്ല, അങ്ങനെ സംഭവമില്ല, ചെക്ക് ചെയ്തോളൊന്ന് പറയാതെ ഈ കരാറിൽ ഒപ്പിടാതെ യുദ്ധത്തിന് വേണ്ടി മാത്രം പോവുകയും സ്വന്തം നാശം സ്വയം അനുഭവിച്ച് ഇപ്പൊ ഈ അവസ്ഥയിലെത്തി. നമുക്കൊന്നേ ഉള്ളൂ, ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറാന്റെ അത്ര വലിയ ഒരു ക്ലോസ് ആൾക്കാരോ ഒന്നും അല്ലെങ്കിലും എന്നാ ശത്രുവുമല്ല. നമ്മൾ പല കാര്യങ്ങളും ഇറാനുമായിട്ട് സഹകരിക്കാറുണ്ട്, ഇറാൻ നമ്മളുമായിട്ട് സഹകരിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തോളൂ, ഈ ഒന്നാം പാകിസ്ഥാൻ സമരത്തിലും യുദ്ധത്തിലും രണ്ടാം പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ ഇറാൻ പാകിസ്ഥാന്റെ ഒപ്പം നിന്നിരിക്കുന്ന ഇന്ത്യക്ക് എതിരെയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ നരേന്ദ്രമോദിജി വന്നിട്ട് 370 ആർട്ടിക്കിൾ കാശ്മീരിൽ നിന്ന് എടുത്തു കളയുമ്പോൾ അന്ന് കാശ്മീരിന് വേണ്ടി വാദിച്ച ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഇറാൻ എന്നും കൂടി നമ്മൾ ഓർക്കണം. ഇന്നലെ ഇപ്പോ ഇദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ശക്തമായ വലിയൊരു പ്രകടനം നടന്നത് കാശ്മീരിലാണ്. അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. കാശ്മീരിൽ ഷിയാക്കൾ കൂടുതലാണ്. 15% ഷിയാക്കളുള്ള ഒരു സ്ഥലമാണ് കാശ്മീര്. അതും നമ്മൾ ഇന്നലെ കണ്ടു. പിന്നെ ഇന്ത്യയിലെ മറ്റു ചില ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടുണ്ടായിരിക്കാം. കാരണം മറ്റുള്ള ഭാഗങ്ങളിലൊന്നും ഷിയാക്കളില്ല. കേരളത്തിലൊന്നും ഷിയാക്കൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. 2-3% എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. ഷിയാക്കൾക്ക് പള്ളി പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും 2-3% ആൾക്കാരൊക്കെ കാണാം. ഇതില് ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ഖൊമേനി തന്നെ ഇത്ര വേഗം ഈ പൊട്ടിക്കൽ, ഈ മിസൈൽ ആക്രമണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതായി തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി, അതായത് മകളുടെ കുട്ടി, അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇന്നലെ മരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാമായിരുന്നു, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കാമായിരുന്നു. ഇതിനൊന്നും അയാൾക്ക് സമയം കിട്ടിയിട്ടില്ല, അതിനു പോലും സമയം കൊടുത്തിട്ടില്ല. അത്ര ശക്തമായിട്ടാണ് ഇത് ഇന്നലെ വളരെ പ്ലാൻഡ് ആയിട്ട് തുടങ്ങി വെച്ചത്. ഇന്നലെ തുടങ്ങിയ മിനിറ്റുകൾ, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേലിൽ പോയിട്ടും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമണം ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആസ്ഥാനത്തിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഇന്ത്യയിലുള്ള ഈ ജിഹാദി കൂട്ടങ്ങള് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി പടമായി എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരണം തന്നെ ഇന്നലെ നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധർ, ദേശവിരുദ്ധർ, അവർ തന്നെയാണ് ഇസ്രായേലിന് വേണ്ടി വാദിക്കുകയും ഇസ്രായേലിന് വേണ്ടിയിട്ട് തെറി പറയുകയും പലസ്തീനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ചോളം പലസ്തീനും ഇറാനും പാകിസ്ഥാനും എല്ലാം ഒന്നാണ്. നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്. അവര് പറയും ഇന്ത്യ പാലസ്തീനെ ഒന്നും ചെയ്തില്ല. എന്നാൽ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ മനസ്സിലാക്കിക്കോളൂ, നരേന്ദ്രമോദി വരുന്നവരെ ഇന്ത്യ ഗവൺമെന്റ് പലസ്തീന് കൊടുത്തിരുന്ന ഡിവിഡൻഡ്, ആ ഫണ്ട് എത്രയായിരുന്നു എങ്കിൽ അത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ആ ഫണ്ടിന്റെ 3 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പലസ്തീനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഈ ഇസ്രായേലുമായി ചർച്ച ചെയ്യാൻ പാടില്ല ജിഹാദികൾ തീരുമാനിക്കുന്നു. അതാണ് അത്തരത്തിലുള്ളവരെ കണ്ടെത്തുകയാണ്. കാരണം നമ്മുടെ നാടും സേഫ് ആക്കി വെക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ, നമ്മുടെ അവകാശമാണ്. അവിടെ ഖൊമേനി ആ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്തോ 35 കൊല്ലമായി, അത് അദ്ദേഹത്തിന്റെ ആ സമയത്തെ വിജയമായിരുന്നു. ഇദ്ദേഹം, നമ്മൾ ഓർക്കണം, ഈ ക്രൂഡ് ഓയിൽ വിഷയം വരുമ്പോ ഇന്ത്യക്കുള്ള ക്രൂഡ് ഓയിൽ കൺട്രോൾ ചെയ്യുന്ന അമേരിക്ക ആയിരുന്ന ഒരു സമയത്ത് നമ്മൾ നരേന്ദ്രമോദി വരുമ്പോൾ നമുക്ക് നമ്മുടെ കടം, ക്രൂഡ് ഓയിൽ വാങ്ങിയ കടം തന്നെ
20,000 ലക്ഷം കോടി, അതിൽ കൂടുതൽ എത്രയായിരുന്നു, ഇത് ഡിവിഡൻഡായി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു സൗദി അറേബ്യക്ക്. ആ കടം മുഴുവൻ ഫുള്ളായിട്ട് തീർത്തതാണ് നരേന്ദ്രമോദി. ഇന്ന് ഇന്ത്യ ക്യാഷ് ബേസിസിലാണ് എവിടുന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ആ ക്യാഷിൽ വാങ്ങുമ്പോൾ ഒരു ഗുണം എന്താണ്, നമുക്ക് മാക്സിമം നെഗോഷിയേഷൻ ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏത് രാജ്യത്തിനോടും ക്രൂഡ് ഓയിൽ ചോദിക്കാം. ഇത് കടം വാങ്ങുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ സ്ഥിരമായി കടം വാങ്ങുമ്പോൾ നമുക്ക് നെഗോഷിയേഷൻ പവർ കുറയും. നരേന്ദ്രമോദിയായിട്ട് ഇന്ത്യക്ക് ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ക്രൂഡ് ഓയിൽ പർച്ചേസിലുള്ള ആ ക്രെഡിറ്റ് പരിപാടി, കടം വാങ്ങുന്ന പരിപാടി തീർത്തും ഇല്ലാതാക്കി ഇപ്പൊ ക്യാഷ് ബേസിസിൽ മാത്രം നെഗോഷിയേഷൻ ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആര് തരുന്നു ക്രൂഡ് ഓയിൽ, വെനീസ്വേല തന്നില്ല, ഇറാഖ് തന്നാലും വേണ്ടില്ല, ഇറാൻ തന്നാലും വേണ്ടില്ല, സൗദി അറേബ്യ തന്നാലും വേണ്ടില്ല, UAE തന്നാലും വേണ്ടില്ല, ആരുടെ വിലയാണോ കുറവ് ആ ഓർഡർ ചെയ്ത പൈസ അഡ്വാൻസ് ആയി അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. നമ്മൾക്ക് ഇനി ആരെയും പേടിക്കണ്ട. ഇനി നമ്മൾ നമ്മുടെ താവളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ 4 ഉള്ള ഇന്ത്യ നമ്പർ 1 ആയി മാറും എന്ന് ഈ ഡൊണാൾഡ് ട്രംപിന് മുന്നേ അറിയാം. ഈ റഫേൽ ഫ്ലൈറ്റുകൾ ഇവിടെ വന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ഈ യുദ്ധം ഒരു വിഷയമല്ല, നമുക്കിതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ യുദ്ധത്തിന്റെ മുന്നേ, ഒരാഴ്ച മുന്നേ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും യുദ്ധം ആൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അതിവിടെ ആരും ചർച്ച തന്നെ ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വേലിയുടെ അപ്പുറത്തുള്ള 2 രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. അവർ യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ അത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഖൊമേനി ഒരു യുദ്ധത്തിന്റെ ആക്രമണത്തിന്റെ ബലമായി മരിച്ചുപോയതിൽ നമുക്ക് സങ്കടമുണ്ട്, നമുക്ക് സഹതാപമുണ്ട്. നമ്മൾ അവരുടെ ദുഃഖത്തിൽ ഭാരതം എന്ന നിലയിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കും. അതുപോലെ തന്നെ അവിടെയുള്ള പുതിയ ഭരണ സംവിധാനത്തിന് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഭാരതം എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.